It's a new world out there, go make it. തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്നും മാറി ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് അവധി സമയം ചെലവിടണം എന്ന ചിന്തയാണ് ഹത്തയിലേക്ക് എത്തിച്ചത്. ഒമാനോട് ചേർന്ന് കിടക്കുന്ന ദുബായിയുടെ തന്നെ ഭാഗമായ ഒരു പ്രദേശമാണ് ഹത്ത. ഷാർജയിൽ നിന്ന് ഏകദേശം 114 കിലോമീറ്റർ ദൂരമാണ് ഹത്തയിലേക്ക്. മലീഹയിലെ മരുപ്രദേശത്തിലൂടെ പോകുമ്പോൾ പെട്ടെന്നാണ് കുറച്ചകലെ പച്ച വിരിച്ചതുപോലെ ഒരു ഭാഗം ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത ഡയറക്ഷൻ ബോർഡിൽ നിന്ന് ഉത്തരം കിട്ടി. UAEയിലെ വീറ്റ് ഫാം ആണത്. ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കി ഷാർജ ഗവൺമെൻറ് 2022 തുടങ്ങിയ പദ്ധതിയാണ് ഈ വീറ്റ് ഫാം. ആദ്യഘട്ടത്തിൽ 400 ഹെക്ടറിൽ തുടങ്ങി 3 ഘട്ടങ്ങളിലായി 2025ഓടെ 1400 ഹെക്ടറുകൾ ലക്ഷ്യമാക്കി ടെക്നോളജിയുടെ സഹായത്തോടെ മരുഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റി. 8 വലിയ സർക്കിളുകളായാണ് കൃഷി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 35ഓളം വെറൈറ്റികൾ വളർത്തി നോക്കി ഗൾഫിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും ഉചിതമായത് തിരഞ്ഞുപിടിച്ച് രാസവളങ്ങളോ രാസകീടനാശിനികളോ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പുകളോ ഉപയോഗിക്കാതെ AI-യുടെയും തെർമൽ ഇമേജിംഗ് ടെക്നോളജിയുടെയും സഹായത്തോടെ മണ്ണിലെ ജലാംശവും കാലാവസ്ഥയും ഒക്കെ മോണിറ്റർ ചെയ്ത് അതിനനുസരിച്ച് സ്പ്രിംഗ്ലർ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ ഡീസലിനേറ്റഡ് വാട്ടർ വളരെ എഫിഷ്യൻ്റായി ജലസേചനത്തിനായി ഉപയോഗിച്ചു വരുന്നു. വിത്തിടൽ മുതൽ വിളവെടുപ്പ് വരെ ടെക്നോളജി ഡ്രിവൺ മെത്തേഡുകൾ അവലംബിച്ചും സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന് ഒരു മാതൃക തന്നെ ആയി ഈ ഒരു കൃഷി രീതി. 2025 വേൾഡ് ഫുഡ് ഫോറം നടന്നപ്പോൾ സസ്റ്റൈനബിൾ വീറ്റ് ഫാമിങ്ങിന് UNFAOയുടെ പ്രത്യേക അംഗീകാരം ലഭിച്ചിരുന്നു. മലീഹ വഴി പോകുമ്പോൾ കുറച്ചു ദൂരം മരുഭൂമിയും പിന്നീട് മലനിരകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞോടുന്ന റോഡിലൂടെ രസകരമായ യാത്രയ്ക്കൊടുവിൽ ഒരു ഗ്രാമസദൃശമായ പ്രദേശത്തേക്കാണ് ചെന്നെത്തുന്നത്. തടാകങ്ങളും പാർക്കുകളും മലനിരകളാൽ ചുറ്റപ്പെട്ട ശാന്തമായ പച്ചപ്പു നിറഞ്ഞ സ്ഥലങ്ങളും തണുത്ത കാറ്റും കുളിർമയേറുന്ന അനുഭവം തന്നെയാണ്. മനോഹരമായ പരുക്കൻ ഭൂപ്രദേശവും തണുത്ത കാലാവസ്ഥയും ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും കൂടെ രസകരമായ ഒട്ടനവധി സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടാനും വിശ്രമിക്കാനുമൊക്കെ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഹത്ത. ഹാജർ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഹത്തയിലെ
ഏകദേശം 3 ഹെക്ടർ വിസ്തൃതിയുള്ള ശാന്തസുന്ദരമായ തടാകമാണ് ലീം തടാകം. വളരെ മനോഹരമായി പരിപാലിച്ചിരിക്കുന്ന ഈ കൃത്രിമ തടാകത്തിലേക്ക് തികച്ചും സൗജന്യ പ്രവേശനമാണ്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് കാറ്റും കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വാക്ക്വേകളും ബ്രിഡ്ജുകളുമുണ്ട്. പെഡൽ ബോട്ടിങ്ങോ കയാക്കിങ്ങോ ഇഷ്ടമുള്ളവർക്ക് അതിനായുള്ള സൗകര്യങ്ങളുണ്ട്. നീന്താനായി പ്രത്യേകം സ്ഥലം തന്നെയുണ്ട്. കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം മരത്തണലുകളിൽ വിശ്രമിക്കാം. ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം. ചേർന്ന് നിൽക്കുന്ന മലനിരകളിൽ ഹൈക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ പ്രായത്തിലുള്ളവർക്കും സന്തോഷത്തോടെ സമയം ചെലവഴിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ലീം തടാകത്തിനരികെ തന്നെയാണ് വാദി പാർക്കും. റോഡ് ക്രോസ് ചെയ്ത് പോകണമെന്ന് മാത്രം. UAEയിൽ പൊതുവെ പാർക്കുകളിൽ കണ്ടുവരുന്ന എല്ലാ സൗകര്യങ്ങളും വാദി പാർക്കിലുമുണ്ട്. കുട്ടികൾക്ക് കളിക്കാനും കൂട്ടമായിരുന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ. തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് സൗകര്യവും. നാഷണൽ ഡേ അവധിക്ക് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഹത്തയിലേക്ക് പോകാമെന്നുള്ളത്. പ്രതീക്ഷിച്ചത്രയും തിരക്കുണ്ടായിരുന്നില്ല. പാർക്കിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് കുതിരപ്പുറത്ത് UAE പതാകയുമായി കുറേ പേർ മാർച്ച് ചെയ്തു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. നാഷണൽ ഡേക്ക് പോലീസ് എസ്കോർട്ടോടെ ഇത്തരം സവാരികൾ പതിവാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് കാണുന്നത്.
ശേഷം കുറച്ചു നേരം കൂടി ചുറ്റി നടന്ന് പാർക്കൊക്കെ കണ്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഹത്ത ഡാമാണ് അടുത്ത ലക്ഷ്യസ്ഥാനം. വാദി പാർക്കിൽ നിന്നും 4.5 കിലോമീറ്റർ ദൂരമാണ്. ഏകദേശം 2-2.5 കിലോമീറ്റർ പോയപ്പോഴേക്കും തിരക്ക് തുടങ്ങി. തൊട്ടടുത്തുള്ള പാർക്കിങ്ങിൽ തന്നെ വണ്ടി ഇട്ടു. അവിടെ നിന്നും ഡാം സൈറ്റിലേക്ക് ദുബായ് RTA ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ടായിരുന്നു. ഡാമിൻ്റെ മുകളിൽ വരെ ബസ് സർവീസ് ഉണ്ടായിരുന്നെങ്കിലും താഴെ ഇറങ്ങി നടന്ന് ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെയാണ് മുകളിലോട്ട് കയറിയത്. സന്ധ്യാസമയത്താണ് എത്തിയത്. അലങ്കാര വിളക്കുകളെല്ലാം തെളിയിച്ചു തുടങ്ങിയിരുന്നു. ഡാമിൽ നിന്നും താഴോട്ട് വെള്ളം വരുന്ന ഭാഗത്ത് UAE ഫൗണ്ടിംഗ് ഫാദേഴ്സായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തം എന്നിവരുടെ സ്മരണാർത്ഥം മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സമയം ചിലവഴിച്ച് പതുക്കെ ഡാമിൻ്റെ മുകളിലേക്ക് നടന്നു. മുകളിൽ കാഴ്ചകൾ ആസ്വദിക്കാനും കയാക്കിങ്ങിനും ബോട്ടിങ്ങിനുമൊക്കെ നല്ല തിരക്കായിരുന്നു. പകൽ വെളിച്ചത്തിൽ ഈ പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഒരു തവണ കൂടി വരാമെന്നും അന്ന് ചുറ്റുവട്ടത്തുള്ള മറ്റു സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കാമെന്നും മനസ്സിലുറപ്പിച്ച് ഏകദേശം 8 മണിയോടെ അവിടെ നിന്നും മടങ്ങി. നല്ലൊരു റീഫ്രഷിംഗ് ട്രിപ്പായിരുന്നു ഹത്ത ട്രിപ്പ്. ചില യാത്രകൾ ഇങ്ങനെയാണ്, പ്ലാനിങ്ങുകളില്ലാതെ പെട്ടെന്ന് ഇറങ്ങിത്തിരിക്കും. നല്ല അനുഭവങ്ങളുമായി നിറപുഞ്ചിരിയോടെ മടങ്ങി വരാനും സാധിക്കും. മറ്റൊരു യാത്രാവിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം.